ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നമ്മൾ രണ്ട് പോർഷൻസ്, ദി ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ ആൻഡ് ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദി ഇൻഡസ്ട്രിയൽ സെക്ടർ അണ്ടർ ദി കൊളോണിയൽ റൂൾ. ദ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയുടെ അവസ്ഥ, ദ കണ്ടീഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം നൽകുന്ന ഒരു മേഖലയാണ് വ്യവസായ മേഖല എന്ന് നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വ്യവസായ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും, കാർഷിക ഉൽപ്പന്നങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് വ്യവസായ മേഖല നൽകുന്നതാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖല സ്വാതന്ത്ര്യ സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാർഷിക മേഖല പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറും നമുക്ക് ബ്രിട്ടീഷ് ഭരണ സമയത്ത് തകർച്ചയിലായിരുന്നു. ഇന്ത്യ could not develop a sound industrial sector under the colonial rule. ഇന്ത്യയിൽ ഒരു ശക്തമായൊരു വ്യവസായ അടിത്തറ ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ഇന്ത്യയിലെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലെ കരകൗശല വ്യവസായങ്ങൾ ബ്രിട്ടീഷ് ഭരണ സമയത്ത് തകർന്നു പോവുകയുണ്ടായത്. ഇന്ത്യൻ വ്യവസായങ്ങൾ വികസിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ കരകൗശല വ്യവസായങ്ങൾ തകർച്ച നേരിട്ടു എന്നതാണ് ബ്രിട്ടീഷ് ഭരണ സമയത്തെ മറ്റൊരു വ്യവസായ മേഖലയെ ബാധിച്ചൊരു കാര്യം. നിങ്ങൾക്കറിയാം, ആ സമയത്തുള്ള കരകൗശല വ്യവസായങ്ങൾ, ആഭരണ വ്യവസായം, കൈത്തറി, വസ്ത്രങ്ങൾ, ലോഹപ്പണികൾ, ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ വളരെ പ്രശസ്തമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവരുടെ നിർമ്മിത ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ കരകൗശല വ്യവസായങ്ങൾ തകർന്നുപോയി. ഇനി എന്താണ് അതിൻ്റെ അനന്തരഫലം? ഈ കരകൗശല വ്യവസായങ്ങൾ തകർന്ന സമയത്ത് കുറേ പേർക്ക് തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വ്യവസായ മേഖല നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ കരകൗശല വ്യവസായം, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ ഡ്യൂറിങ് ദ ടൈം ബ്രിട്ടീഷ് റൂൾ. ഇനി പറയുകയാണെങ്കിൽ, അപ്പം ബ്രിട്ടീഷ് നയങ്ങളൊക്കെ ഇന്ത്യൻ വ്യവസായങ്ങളെ തകർക്കുന്ന രൂപത്തിലായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു നമുക്കറിയാം. ടു ട്രാൻസ്ഫോം ഇന്ത്യ എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ആൻഡ് ദ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കുള്ള രണ്ട് ലക്ഷ്യങ്ങൾ അതായിരുന്നു. ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് വ്യവസായ നിർമ്മിത വസ്തുക്കൾ വിൽക്കാനുള്ള ഒരു സ്ഥലമായി, മാർക്കറ്റായി ഇന്ത്യയെ മാറ്റുക. അപ്പം ഇങ്ങനെയുള്ള നയങ്ങൾ മൂലം ഇന്ത്യയിലെ വ്യവസായങ്ങൾ, കരകൗശല വ്യവസായങ്ങളൊക്കെ നശിച്ചുപോയി. എന്നാൽ 1850 ശേഷം ഇന്ത്യയിൽ പുതിയ മോഡേൺ ഇൻഡസ്ട്രീസ് വികസിച്ചു വരാൻ തുടങ്ങി. പ്രത്യേകിച്ചും 10ാം നൂറ്റാണ്ടിലെ ഉത്തരാർദ്ധത്തിൽ 1850 ശേഷം ഇന്ത്യയിൽ പുതിയ വ്യവസായങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. പ്രത്യേകിച്ചും കോട്ടൺ മിൽസ്, അതുപോലെ തന്നെ ജൂട്ട് മിൽസ്, ഇതൊക്കെയാണ് ആദ്യമായിട്ട് വളർന്നു വന്ന വ്യവസായങ്ങൾ. കോട്ടൺ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ജൂട്ട് മില്ല്. ഈ കോട്ടൺ വ്യവസായങ്ങളൊക്കെ പ്രധാനമായിട്ടും നമ്മളെ പടിഞ്ഞാറൻ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗമായ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു വികാസം പ്രാപിച്ചത് കോട്ടൺ മിൽസ്. പ്രത്യേകിച്ച് അത് ഇന്ത്യൻ വ്യവസായികളായിരുന്നു അത് ഓൺ ചെയ്തിരുന്നത്. അപ്പം കോട്ടൺ മിൽസ് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജൂട്ട് മിൽസ് ബംഗാളിലായിരുന്നു. പ്രത്യേകിച്ചും വിദേശ ബ്രിട്ടീഷുകാരായ ഉടമസ്ഥരായിരുന്നു അതിൻ്റെ വ്യവസായികളായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പം ബംഗാളിലായിരുന്നു ജൂട്ട് മില്ലുകൾ. അതുപോലെ തന്നെ ഇന്ത്യൻ വ്യവസായ മേഖലയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് 1907 ടിസ്കോയുടെ സ്ഥാപനം, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ വ്യവസായ മേഖലയുടെ വികസന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവം 1907 ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായത്
ഇന്ത്യയിലെ വ്യവസായ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെ പുതിയ വ്യവസായം മോഡേൺ ഇൻഡസ്ട്രീസ് ബിഗാൻസ്. പ്രത്യേകിച്ചും ഷുഗർ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ പേപ്പർ ഇൻഡസ്ട്രീസ്, സിമന്റ് ഇൻഡസ്ട്രീസ് എന്നിവയൊക്കെ വികസിതമാകാൻ തുടങ്ങി. എന്നാലും ബ്രിട്ടീഷ് ഭരണ സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇല്ലായിരുന്നു. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്താ നിങ്ങൾക്കറിയോ? യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളെയാണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ യന്ത്രങ്ങളാണ്, നിങ്ങൾക്കറിയാം ഏത് വ്യവസായം നടക്കണ യന്ത്രങ്ങളാണ്. ആ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങളെയാണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. എന്നാൽ ആ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വ്യവസായ മേഖലയുടെയൊക്കെ സംഭാവന വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് 1951 പറയുകയാണെങ്കിൽ GDP അല്ലെ ദേശീയ വരുമാനത്തിലേക്ക് വ്യവസായ മേഖലയുടെ സംഭാവന 13%. ഇത്രയൊക്കെയാണ് ഇന്ത്യയുടെ വ്യവസായ മേഖലയുടെ അവസ്ഥ. പ്രത്യേകിച്ചും ഇതിലൊരു ചോദ്യ സാധ്യത ഉള്ളത് ദ കോസസ് ഓഫ് ദി ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ, കരകൗശല വ്യവസായങ്ങൾ തകരാനുണ്ടായ കാരണം. ഇതാണ് പ്രധാനമായിട്ട് ഇതിലൊരു ചോദ്യ സാധ്യത. ഓക്കെ, താങ്ക് യു.